എല്ലാ പ്രിയപ്പെട്ടവരെയും വെറൈറ്റി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കേരയുടെ തല കറി വെച്ചാലോ. ഒരു വലിയ തലയാണ് കിട്ടിയിരിക്കുന്നത്. അത് ഒരു 2-2.5 കിലോയോളം ഉണ്ട്. അത് വെട്ടി വൃത്തിയായി കഴുകിയെല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഒരു ഉരുളി വയ്ക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 4ഓളം വലിയ സവാള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത് അത് ചേർക്കുക. ആ കൂടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് അതിൻ്റെ കൂടെ ചേർക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് അതും കൂടെ ആ കൂടെ ചേർക്കുക. അതൊന്ന് വഴന്ന് വരാൻ വേണ്ടി അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ആ കൂടെ ചേർക്കുക. ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ആ കൂടെ ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് ഇളക്കി ആ കൂടെ അതിലേക്ക് ഒരു 8ഓളം പച്ചമുളക് നടുകെ പൊളന്നത് അതും കൂടെ ചേർക്കുക. അതിനുശേഷം ഒരു 2 തക്കാളിക്ക് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ അതിലൂടെ ചേർക്കുക. എന്നിട്ടെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കുക. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലായിട്ട് മാറ്റി അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പം നല്ലവണ്ണം അത് വഴന്ന് കിട്ടണം. എന്നിട്ടതൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇത് ഇങ്ങനെ ഇതെല്ലാം കൂടെ ഈ മസാലയെല്ലാം കൂടെ കൂടി നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ പേസ്റ്റ് പോലെ അടിച്ചെടുത്ത് അത് കറിയിൽ ചേർക്കുകയാണെങ്കിൽ ഇതൊരു പ്രത്യേകതയാണ്. അങ്ങനെ കറി വെക്കുന്നൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. പ്രത്യേകിച്ച് അതിൻ്റെ കൂടെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർത്ത് അടിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ അത് നല്ലവണ്ണം കുഴഞ്ഞ് കിട്ടും. പേസ്റ്റായിട്ട് അടിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് വീണ്ടും ഉരുളി വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി ഇവയെല്ലാം ഇട്ടതിന് ശേഷം അത് നല്ലവണ്ണം ഒന്ന് ചൂടാക്കുക. അതിൻ്റെ ആ പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നവരേക്കും അത് നല്ലവണ്ണം ഒന്ന് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ ശേഷം പൊടിയെല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കി നല്ലവണ്ണം ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഒഴിക്കുക. അരപ്പ് അതിൻ്റെ കൂടെ ചേർത്തതിൻ്റെ ശേഷം പൊടി എല്ലാം കൂടെ കൂട്ടി നല്ലവണ്ണം ഇളക്കി മിക്സാക്കി എടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഗ്രേവിക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുക. ഈ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എന്നിട്ട് ആവശ്യത്തിനുള്ള കുടംപുളി അതിലേക്ക് ഇടുക. കുറച്ച് ഉപ്പും കൂടെ ആ കൂടെ ചേർക്കുക. ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം അത് നല്ലവണ്ണം ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന തലപ്പീസ് എല്ലാം കൂടെ അതിലേക്ക് ചേർക്കുക. ഇതുപോലെ എല്ലാം കൂടെ അതിലേക്ക് ചേർത്തിരിക്കുകയാണ്. അത് തലപ്പീസ് നമ്മളല്ലെങ്കിൽ തലപ്പീസോ മീൻ കറിയോ ഏത് വെക്കുമ്പോഴും അരപ്പ് നല്ലവണ്ണം തിളച്ചതിന് ശേഷം മീനിൻ്റെ കഷ്ണങ്ങളോ ഇതുപോലെ തലപ്പീസാണെങ്കിലോ അതെല്ലാം ചേർക്കാവുള്ളൂ. അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ആ ഗ്രേവി അതിലെല്ലാം പിടിക്കുന്ന രീതിയിൽ ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെക്കുക. എന്നിട്ട് ആവശ്യത്തിന് കറിവേപ്പില ഇടുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ കൂടെ ഒരു ചെറിയ തക്കാളിക്കായും കൂടെ കൂടി
ഇതിൻ്റെ കൂടെ ഇടുക. ഉപ്പ് ഒരു ശകലം കുറവായിട്ട് തോന്നിയതുകൊണ്ട് ശകലം കൂടെ ഉപ്പ് ചേർക്കുകയാണ്. അത് അവരവർ ഇത് കറി വെക്കുമ്പോൾ തന്നെ ടേസ്റ്റിൻ്റെ അവനവൻ്റെ രീതിക്കനുസരിച്ച് അത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കപ്പയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ടിഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.